ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഉത്സവം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം. പക്ഷേ ഇത്തവണ കേവലം ട്രോഫിക്കായുള്ള പോരാട്ടം എന്നതിലുപരി ടെക്നോളജിയും സാങ്കേതിക മികവും മാറ്റിയൊരുക്കുന്ന വേദി കൂടിയാവുകയാണ് ഫിഫ വേൾഡ് കപ്പ്. മുൻ വർഷത്തെ ടൂർണമെൻറ്റിൽ നിന്നും വലിയ മാറ്റങ്ങളാണ് ഇത്തവണത്തെ ടൂർണമെൻറ്റിൽ എത്തുന്നത്. ആദ്യ മാറ്റം ഫോർമാറ്റിലാണ്. 32 അല്ല 48 ടീമുകളാണ് ഇത്തവണ മത്സരത്തിനെത്തുന്നത്. 12 ഗ്രൂപ്പുകളിലായി നടക്കുന്ന ടൂർണമെൻറ്റിൽ ആകെ 104 മത്സരങ്ങളും ഉണ്ടാകും. അതായത് കൂടുതൽ മത്സരങ്ങളും കൂടുതൽ ആവേശവും. ആദ്യമായാണ് 48 ടീമുകളുടെ ഫോർമാറ്റ് ഫിഫ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങളിലെ ഫുട്ബോൾ ആരാധകർക്ക് ഈ വേൾഡ് കപ്പ് കുറെ കൂടി പ്രിയപ്പെട്ടതാകും. ഇനി പുതിയ നിയമങ്ങളിലേക്ക്. ത്രോയിനിലും ഗോൾ കിക്കിലും സമയം കളയാൻ ഇനി സാധിക്കില്ല. കളിക്കാർ മനഃപൂർവ്വം കളി റീസ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിപ്പിച്ചാൽ പന്ത് എതിർ ടീമിന് നൽകും. വെറും 5 സെക്കൻഡ് മാത്രമാണ് ത്രോയിനും ഗോൾ കിക്കും ചെയ്യാൻ ലഭിക്കുക. സബ് ചെയ്യപ്പെടുന്ന താരം 10 സെക്കൻഡിൽ മൈതാനം വിടണം. അല്ലാത്ത പക്ഷം പകരക്കാരനായി വരുന്ന താരത്തിന് കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും ഫീൽഡിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതായത് ആ ടീമിന് 1 മിനിറ്റ് 10 പേരുമായി കളിക്കേണ്ടി വരും. ഫിസിയോ ചികിത്സയ്ക്ക് വിധേയരാകുന്ന കളിക്കാർ ഇത്തവണ 1 മിനിറ്റ് മൈതാനത്ത് നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. എന്നാൽ ഗോൾ കീപ്പർമാർ പരിക്കുകൾ, കാർഡ് കൊടുക്കുന്ന സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട്. എതിരാളിയുമായി തർക്കമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ വായ മൂടി അല്ലെങ്കിൽ മുഖം മറച്ച് സംസാരിക്കുന്ന താരങ്ങൾക്ക് ഡയറക്റ്റ് റെഡ് കാർഡ് വരെ ലഭിക്കാം. കൂടാതെ ഇനി കോർണർ തീരുമാനങ്ങളും സെക്കൻഡ് യെല്ലോ കാർഡുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങളും VAR റിവ്യൂവിന് വിധേയമാകും. സാങ്കേതിക വിദ്യയിലും വമ്പൻ മാറ്റങ്ങളാണ് ഈ ടൂർണമെൻറ്റ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പന്ത് പുറത്തു പോയോ എന്ന് ഇനി സ്മാർട്ട് ബോൾ ടെക്നോളജി ഉപയോഗിച്ച് കൃത്യമായി കണ്ടെത്താം. ഓഫ് സൈഡ് ടെക്നോളജിയും കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കും. അതിലേറെ ശ്രദ്ധേയമാകുന്നത് പുതിയ ട്രയോണ്ട സ്മാർട്ട് ബോളാണ്. AI സാങ്കേതിക വിദ്യയും ഇൻബോൾ സെൻസറും ഉപയോഗിക്കുന്ന ഈ പന്ത് ഓരോ സെക്കൻഡിലും 500 തവണ ഡാറ്റ ശേഖരിക്കും. റഫറിമാർക്ക് മികച്ച തീരുമാനമെടുക്കാനും ആരാധകർക്ക് കൂടുതൽ വിവരം ലഭിക്കാനും ഇത് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ 2026 ലോകകപ്പ് ഫുട്ബോളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഫുട്ബോളിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരുന്ന ടൂർണമെൻറ്റ് കൂടിയായിരിക്കും ഇത്.